കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നോമ്പ് തുറക്കാനായിട്ട് ഇന്ന് നമുക്ക് നല്ലൊരു ക്രിസ്പി ചിക്കൻ ബോക്സ് തയ്യാറാക്കി എടുത്താലോ. ഉൾഭാഗം നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ ബോക്സാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇത് ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്താണ് ഇത്. അതിൻ്റെ തൊലി കളഞ്ഞ് ഇതേപോലെ പൊടിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അതേപോലെ തന്നെ ഏകദേശം ഒരു 250-300 ഗ്രാമോളം ചിക്കൻ വേവിച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച ചിക്കനാണ്. വേവിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ വഴറ്റുന്നത് ഒരു വലിയ ക്യാരറ്റ് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1/2 കപ്പോളം സ്വീറ്റ് കോൺ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്വീറ്റ് കോൺ അഥവാ ഇല്ലെങ്കിൽ കുറച്ച് ക്യാപ്സിക്കം ചേർത്താലും മതി കേട്ടോ. സ്വീറ്റ് കോൺ ആണെങ്കിൽ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്തിട്ടുണ്ട്. അതിന് പകരം കുറച്ച് ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ പപ്രിക്ക പൗഡർ ചേർത്തിട്ടുണ്ട്. പപ്രിക്ക പൗഡർ അഥവാ ഇല്ലെങ്കിൽ അതിന് പകരം കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ ഡ്രൈഡ് പാഴ്സ്ലി ലീവ്സ് ചേർക്കുന്നുണ്ട്. ഫ്രഷ് പാഴ്സ്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർത്താലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിലും ചിക്കനിലും ഒക്കെ ഉപ്പ് ചേർത്തതുകൊണ്ട് ഈ ഒരു ഫില്ലിങ്ങിൽ ഞാൻ വേറെ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്കിങ്ങനെ ഒരു സൈഡിലോട്ടാക്കി കൊടുക്കാം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് മൈദയും ബട്ടറും കൂടി ഒന്നിച്ചൊന്ന് വഴറ്റി മൈദ നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. മൈദയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മിനിറ്റ് വരെ സമയം മതി. ബട്ടറിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആദ്യം ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് വേവിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് റെഡിയാക്കിയിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ഉപ്പ് വേറെ ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വരെ മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചീസ് നിർബന്ധമൊന്നുമില്ല. ചീസ് ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ആയിട്ട് കിട്ടും. നമ്മൾ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കിയല്ലോ. പക്ഷേ ചീസും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചീസും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ഞാനിതൊരു ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ലൊരു ഷേപ്പിൽ, ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ആക്കി കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. എന്നിട്ട് ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ല പോലെ ഒന്ന് സ്മൂത്താക്കി എടുക്കാം. സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. മുകൾ ഭാഗവും സൈഡും ഒക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഫ്രീസറിൽ വെക്കും കേട്ടോ. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ വരെയൊക്കെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല എളുപ്പമായിരിക്കും. അതിനായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഷേപ്പാക്കിയതിന് ശേഷം കുറച്ച് തണുത്തിട്ടുണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് ഫ്രീസറിൽ വെക്കരുത്. റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഞാനിത് ഫ്രീസറിലോട്ട് മാറ്റിയിട്ട് ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തെടുത്താൽ മതിയാവും. അങ്ങനെ ഇത് ഞാൻ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ട്രേ അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇനി ബേക്കിംഗ് പേപ്പറിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇഷ്ടമുള്ള വലുപ്പത്തിലൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിത് ഒരു 9 പീസായിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്.
കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത്രയും വലിയ പീസൊക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം ഒരാൾക്ക് മതിയാവും കേട്ടോ. അത്രയും നല്ല വലുപ്പമാണ് അതിന്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു 9 പീസായിട്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 മുട്ടയാണ്. മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മൈദയാണ്. ഞാൻ ഏകദേശം ഒരു അരക്കപ്പിലും കൂടുതലായിട്ട് മൈദ ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നാച്ചോസ് ആണ് കേട്ടോ. നാച്ചോസ് ചേർത്തിട്ടാണ്, കവർ ചെയ്തിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിപ്സ് എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് നാച്ചോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചിപ്സാണോ ഇഷ്ടം അതെടുക്കുക. ഇനി ചിപ്സ് ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലേക്സോ ബ്രെഡ് ക്രംസോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിവിടെ ചിപ്സ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാച്ചോസ് തികയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പൊട്ടാറ്റോ ചിപ്സും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കൈവച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ പീസും ആദ്യം മൈദയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും മുട്ട ഒന്നാക്കി കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിപ്സിലേക്ക് ഇത് വെച്ചിട്ട് ചിപ്സ് കൊണ്ട് ഇത് നല്ലതുപോലെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചിപ്സ് താല്പര്യമില്ലെങ്കിൽ കോൺഫ്ലേക്സോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും കേട്ടോ. ഒരു 2-3 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രീസറിൽ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതേപോലെ ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളപ്പോൾ ഒന്നുകിൽ കുറച്ച് 2-3 മണിക്കൂർ നേരത്തെ പുറത്തെടുത്ത് വെക്കാം. അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിതിങ്ങനെ എല്ലാ പീസും നമ്മുടെ മൈദയിലും മുട്ടയിലും പിന്നെ നമ്മുടെ ചിപ്സിലും ഒക്കെ കവർ ചെയ്തിട്ട് ഒരു ബോക്സിലാക്കി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾക്കിത് അടച്ചു വെച്ച് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ച വരെയൊക്കെ അങ്ങനെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ നിന്നും 2-3 ദിവസത്തിന് ശേഷം പുറത്തെടുത്തിട്ടാണ് ഇതിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചൂടായ എണ്ണയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ആണ് ഇത് ചെയ്യേണ്ടത്. ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് എയർ ഫ്രയറിൽ ഉണ്ടാക്കാനും സൂപ്പറാണ് കേട്ടോ. എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൽ വെച്ചിട്ടും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഭാഗം റെഡി ആയി കഴിയുമ്പോൾ നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ഭാഗം കൂടി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രീസറിൽ നിന്നും ഞാൻ 2-3 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഇത് ഫ്രൈ ചെയ്തത്. അതിൻ്റെ ഐസൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ചിക്കൻ ബോക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്